ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു കുഞ്ഞ് ലൈറ്റാണ് ചെയ്യുന്നത്. ഫാൻസി ലൈറ്റ് എന്നും പറയാം, അലങ്കാര ലൈറ്റ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ലൈറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുമ്പോഴായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മറക്കാതെ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഈ ലൈറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതേപോലെ ഒരു ഗ്ലാസ് ട്യൂബ് ആവശ്യമാണ്. പിന്നെ ഇതേമാതിരി ഒരു നെറ്റ് വേണം. ഇത് നമ്മുടെ വൈൻ കുപ്പിയിലൊക്കെ ഇരിക്കുന്ന നെറ്റാണ്. ഇതേപോലെ 2 ഇൻസുലേഷൻ ടേപ്പ് വേണം. ബ്ലാക്ക് കളർ ആകുമ്പോൾ നന്നായിരിക്കും, അതാണ് നല്ലത്. പിന്നെ ഒരു കോഡ് വയർ വേണം. പിന്നെ ഒരു ലൈറ്റ്, ഇത് LED ബൾബാണ്. പിന്നെ ഒരു ഹോൾഡർ വേണം. ഇതിനെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം, ഈ ചെറിയ ഹോൾഡറിനെ. പിന്നെ അതിനുശേഷം നമുക്കൊരു ചെറിയൊരു കാർഡ്ബോർഡ് പേപ്പർ വേണം. നമുക്ക് ആദ്യം കാർഡ്ബോർഡ് പേപ്പറിനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ 3 സെൻറ്റിമീറ്റർ ആണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ചതുരത്തിൻ്റെ ലെങ്ത് വന്നിട്ട് 10 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. അതിനുശേഷം നമുക്ക് ഇതേപോലെ വരച്ചു കൊടുക്കാം. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് 10 സെൻറ്റിമീറ്റർ ആണ്, ഇത് 10 ആണ്. പിന്നെ ഇത് ചെറിയത് 3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി കട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ബ്രൈഡ് കൊണ്ടോ മറ്റെന്തെങ്കിലും ഇട്ടോ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് ഫ്ലോട്ട് ചെയ്യാനാണ് ഇതേപോലെ കട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇതേപോലെ സെൻറ്ററിൽ 2 ലൈൻ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാനാണ്. അതിനുശേഷം നമ്മുടെ ഹോൾഡർ ഇതിൽ നമുക്ക് വച്ച് പിടിപ്പിക്കണം. അതിനായിട്ടാണ് ഇത് കറക്റ്റായിട്ട് സെൻറ്റർ എടുക്കുന്നത്. ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഹോൾഡർ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു സൈഡിലായിട്ട് ഇതേപോലെ ഒരു ഹോളിട്ട് കൊടുക്കാം. നമ്മുടെ ആ കോഡ് വയർ കടത്തി വിടാൻ വേണ്ടിയിട്ടാണ് ഒരു ഹോളിട്ട് കൊടുക്കുന്നത്. ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ഫ്ലോട്ട് ചെയ്തിട്ട് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഇൻസുലേഷൻ ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ വയർ ഒന്ന് കണക്ട് ചെയ്യാം. സിമ്പിൾ കണക്ഷനാണ് ഇത്. പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോയാൽ കുഴപ്പമില്ല. പിന്നെ കുട്ടികൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ മുതിർന്ന ആരുടെയെങ്കിലും സഹായത്തോടു കൂടെ മാത്രം ചെയ്യുക. കാരണം ഇത് 220 വാൾട്ടാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് കുറച്ച് ഡേഞ്ചറാണ്. ശേഷം നമുക്ക് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ എർത്ത് ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറുതായിട്ടൊന്ന് ഇൻസുലേഷൻ പോലെ ചെയ്ത് കൊടുക്കുന്നത്. ശേഷം ഇതേപോലത്തെ ഒരു അടപ്പ് എടുക്കുക. കുപ്പിയുടെയും മറ്റു അടപ്പ് പോലെ എടുത്തിട്ട് ഇൻസുലേഷൻ ചെയ്യുക സൈഡിൽ. പിന്നെ നമുക്ക് ഈ ഭാഗം ഒന്ന് നമുക്ക് കട്ട് ചെയ്യണം. നമ്മുടെ ഹോൾഡറിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇപ്പോൾ നമ്മുടെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബൾബൊക്കെ കറക്റ്റായിട്ട് സെറ്റായി. ശേഷം നമ്മുടെ നെറ്റ് എടുത്ത് ഈ പൈപ്പിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റാണിത്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിത് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ശേഷം നമ്മുടെ ലൈറ്റ് ഇതിലോട്ട് കമത്തി വെക്കുക. അതായത് നമ്മുടെ ട്യൂബിനെ ഈ ബൾബിലോട്ട് കമത്തി ഇങ്ങനെ വയ്ക്കുക. നമ്മുടെ ലൈറ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. നമുക്കിനി ഒന്ന് കത്തിച്ച് നോക്കാം. കാണാൻ തന്നെ നല്ലൊരു ലുക്കാണ്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സൂപ്പറായിട്ടിരിപ്പുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഇതേപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഒരു നൈറ്റ് ലാമ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിനുള്ള കളർ നമുക്ക് മാറ്റി കൊടുക്കാം.
അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങളെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസ് ഇനിയും കാണാനായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.